ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖല്ലേ? എങ്ങനെയുണ്ട് പഠനമൊക്കെ? നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ടോ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പഠിക്കാതിരിക്കുന്ന സമയത്ത് ഉറക്കം വരികയാണ്. എന്ത് ചെയ്താലാണ് ഈ ഉറക്കം ഒന്ന് മാറ്റാൻ പറ്റുക? അങ്ങനെ കുറച്ച് പേര് പേഴ്സണലായിട്ടും അതുപോലെ തന്നെ കുറച്ച് പേര് കമൻസിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പകൽ സമയത്തുള്ള ഉറക്കം എങ്ങനെയാണ് കുറയ്ക്കാന്നൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇത് കുറച്ച് പേര് അധികം ഫേസ് ചെയ്യുന്ന പ്രശ്നം തന്നെയാണ്. ഇന്നത് നമ്മളൊന്ന് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യകത ഉണ്ടെന്ന് തോന്നി. അപ്പം കുറച്ചൊക്കെ ഞാൻ പരീക്ഷിച്ച കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. എനിക്കും ഇങ്ങനെ ഉറക്കം വരുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉറക്കം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ തീരെ ഉറങ്ങാതെ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്ന ഒരു സംഭവമല്ല ട്ടോ ഞാൻ പറയണത്. കുറച്ചൊക്കെ നമ്മൾ മീൻസ് നമ്മൾ ഉറങ്ങുകയൊക്കെ വേണം. പക്ഷേ നമ്മൾ പകൽ സമയത്ത് നമ്മൾ ഇരുന്ന് പഠിക്കുന്ന സമയത്തൊക്കെ, അതായത് നമ്മൾ ഫുൾ നല്ല ബോഡിക്ക് റെസ്റ്റൊക്കെ കിട്ടി നല്ല രീതിയിൽ നമ്മൾ ബോഡിയൊക്കെ ഓക്കെ ആയതിനു ശേഷം പിന്നെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് ബുക്ക് തുറന്ന് നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റിയെടുക്കേണ്ട ഒരു ആവശ്യകത ഉണ്ട്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉറക്കം എന്ന് പറയുന്നത് വലിയൊരു തെറ്റും പാപമൊന്നുമല്ല. നമ്മൾ ഉറങ്ങുക തന്നെ വേണം. കൃത്യമായിട്ടൊരു ബോഡിക്ക് റെസ്റ്റ് കൊടുക്കാതിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഫ്യൂച്ചറിൽ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ എന്നാലും എനിക്ക് തോന്നുന്നത് ഒരു 6 ടു 7 മണിക്കൂറൊക്കെ നമ്മൾ എന്തായാലും ഉറങ്ങേണ്ടതായിട്ടുണ്ട്. ഓക്കെ. ഇനിയിപ്പോൾ അത്ര നേരം ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മളുടെ ബോഡി എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ. ഇപ്പം ഞാൻ പറയുകയാണ് നിങ്ങളോട്, സ്ഥിരമായിട്ട് 5 മണിക്കൂർ ഉറങ്ങുന്ന ഒരാളുടെ അടുത്ത് ഞാൻ പറയുകയാണ്, ഇല്ല നിങ്ങൾ എന്തായാലും 7 മണിക്കൂർ ഉറങ്ങിയേ പറ്റുള്ളൂ എന്ന് പറയുന്നത് തെറ്റിനാണ്. നമുക്കറിയാം നമ്മുടെ ബോഡി എത്രത്തോളമാണ് വർക്ക് ചെയ്യുക, എങ്ങനെ എത്ര ഫംഗ്ഷൻ ചെയ്യുന്നുള്ളതൊക്കെ. പക്ഷേ ഇപ്പം ഒരാൾ 5 മണിക്കൂർ ഉറങ്ങുക എന്നുള്ളത് കംഫർട്ടബിൾ ആണ്. അതിൽ കൂടുതൽ ഉറങ്ങാൻ പറ്റുന്നില്ല. ബാക്കിയുള്ള സമയത്ത് അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, ധൈര്യമായിട്ട് തന്നെ ചെയ്തോളൂ. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ ഒരു സംഭവം വെച്ചിട്ടാണ് പറയണത്. ഓക്കെ, ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണല്ലോ ഇവിടെ ഒന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം എനിക്കൊരു 6 മണിക്കൂറൊക്കെ, 5.5 ടു 6 മണിക്കൂറാണ് എനിക്ക് ഉറങ്ങേണ്ട ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ ഉറങ്ങുന്നതിൽ എനിക്ക് താല്പര്യമില്ല. താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അത്ര ടൈം ഉറങ്ങാറുള്ളൂ. അതിനപ്പുറത്തേക്ക് ഭയങ്കര എന്തെങ്കിലും ഹെക്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം തോന്നുക, അല്ലെങ്കിൽ അത് തീരെ വയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ദൂരെ യാത്ര കഴിഞ്ഞ് വരുമ്പോഴൊക്കെ എനിക്ക് അതിൽ കൂടുതൽ ഉറങ്ങാൻ തോന്നാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5.5 ടു 6 മണിക്കൂറാണ് ഞാൻ സ്ഥിരമായിട്ട് ഉറങ്ങാറ്. അതും ഞാൻ പറയാം, ഡീപ്പ് സ്ലീപ്പിന്റെ കാര്യം ഉണ്ടോ, ഞാൻ ചിലപ്പോൾ കുറച്ച് നേരത്തേക്ക് ഉറങ്ങാൻ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങണം എന്നില്ലല്ലോ. അപ്പം ഞാൻ ഏകദേശം ഉറങ്ങും എന്നുള്ള ആ സമയത്താണ് ഞാൻ മീൻസ് അലാറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ടൈമറും കാര്യങ്ങളും ഞാൻ ആ സമയത്ത് സെറ്റ് ചെയ്യാറുള്ളൂ. എന്നാലും ഞാൻ കുറച്ച് നേരത്തേക്ക് ഉറങ്ങാൻ ചിലപ്പോൾ കിടക്കുമായിരിക്കും. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഉറങ്ങുന്ന ടൈമാണ് ഞാൻ പറയണത് 5 ടു 6 മണിക്കൂർ. അപ്പം ബെഡിൽ കയറി കിടക്കുന്ന ടൈം കുറച്ച് നേരത്തെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ബോഡിക്ക് റെസ്റ്റ് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഒറ്റ സ്ട്രക്ചറിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഉറങ്ങിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ബ്രെയിന് കൃത്യമായിട്ട് കോൺസെൻട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ തീരെ ഉറക്കല്ല, ഭയങ്കര സ്ട്രെസ്ഡ് ആണ് ശരിക്കും, ഉറക്കമില്ലാതിരുന്ന് കഴിഞ്ഞാൽ വളരെയേറെ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. ഉറക്കത്തിന് മീൻസ് അതായത് ചിലർ പറയുന്നത് ചിലർക്ക് ഉറക്കമാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ചിലർക്ക് ഉറക്കമില്ലായ്മയാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവത്തിനെ ഒരു അനുഗ്രഹമായിട്ട് ചിലർ കാണേണ്ടതായിട്ടുണ്ട്, എന്നാൽ ഇതൊരു വലിയ ബുദ്ധിമുട്ടായിട്ടും കാണേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇത് ഇല്ലാതാകുമ്പോഴല്ലേ നമുക്ക് ഇതിന് മീൻസ് ഇത് ഇല്ലാതിരിക്കുമ്പോൾ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു 5 ടു 6 മണിക്കൂർ, അല്ലേ സോറി 6 ടു 7 മണിക്കൂറൊക്കെ ഉറക്കം കിട്ടുന്നതാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ. ഇനി അതിൽ കുറവാണ് ഉറക്കം കിട്ടുന്നതിൽ, അത് നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾ കംഫർട്ടബിൾ ആണ്, നിങ്ങൾക്ക് അത്ര ടൈം ഉറങ്ങിയാലും പഠിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്നിട്ട് നിങ്ങൾ 6 ടു 7 മണിക്കൂർ തന്നെ ഉറങ്ങണം എന്നൊന്നും പറയില്ല. പിന്നെ അതിൽ കൂടുതൽ ഉറങ്ങുക എന്ന് പറയുമ്പോഴും നിങ്ങളുടെ എന്തെങ്കിലും ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വേറെ വർക്ക് കഴിഞ്ഞ് വന്നിട്ടാണ് നിങ്ങൾ ഇത്ര ഉറങ്ങണം എന്നുണ്ടെങ്കിലൊന്നും എനിക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഒരു നോർമലായിട്ട് ഇത്ര മണിക്കൂർ ഉറങ്ങുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ അടുത്ത കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ നമ്മൾ ഹെവി ആയിട്ടുള്ള ഫുഡില്ലേ, ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഉറക്കം വരും. ഓക്കെ, ഇപ്പം ഒരു നല്ലൊരു സദ്യയൊക്കെ കഴിച്ച് നല്ലൊരു പായസമൊക്കെ കുടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരും. നമ്മൾ മനുഷ്യന്മാരല്ലേ. അപ്പോൾ ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അത് ബോഡിക്ക് ഡൈജസ്റ്റ് ചെയ്യും, മീൻസ് നമ്മുടെ വയറൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റണ്ടേ. ഈ ഡൈജഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അത്ര എനർജി വേണ്ടേ. അപ്പോൾ സ്വാഭാവികം നമുക്ക് ഉറക്കം വരും. ഓക്കെ, അപ്പോൾ അതിലത് കുറ്റം പറയാൻ പറ്റില്ല. നല്ലൊരു ബിരിയാണി കഴിക്കുക, നല്ല കുറേ ബിരിയാണിയും ഒരു ഫുൾ ബിരിയാണിയും ഒരു എന്താ മുട്ടയൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരും. അതേപോലെ ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ നമുക്ക് ഉറക്കം വരും. ഇതൊന്നും നമുക്ക് ഉറക്കം വരെ ഒരു മയക്കം ഫീൽ ചെയ്യില്ലേ, വല്ലാത്തൊരു ഫീലിംഗ് കിട്ടില്ല. നമുക്കൊരു ഫുഡ് കഴിച്ചുറങ്ങാന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് അല്ലേ. അപ്പം മാക്സിമം നമ്മളിപ്പോൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ഫുഡൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഉച്ച സമയത്ത് ഞാൻ പറയുന്നത് ബിരിയാണി ഒന്നും കഴിക്കരുതെന്നല്ല, കഴിക്കുകയാണെങ്കിൽ തന്നെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി കഴിക്കാം. നമ്മളുടെയാണ് വയറ്, നമ്മൾക്കാണ് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു എത്രയാണ് ക്വാണ്ടിറ്റി, ആ ക്വാണ്ടിറ്റി ഒന്ന് കുറച്ചിട്ട് പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾ ഒരേ സമയത്ത് അല്ല, മീൻസ് എല്ലാ സമയത്തും ഒരേ സ്ഥലത്ത് ഇരുന്നിട്ടാണോ പഠിക്കണത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലൊരു പ്രശ്നമുണ്ട് കേട്ടോ. നമ്മളുടെ ബോഡിക്കും നമ്മളുടെ മനസ്സിനൊക്കെ ഇത് ഭയങ്കര ബോറടിച്ചു തുടങ്ങും. നമ്മൾ ഒരേ കാര്യങ്ങൾ തന്നെ എപ്പോഴും സ്ഥിരമായിട്ടിരുന്ന് കാണുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു ബോറടിക്കാൻ തുടങ്ങും. അപ്പോൾ കുറച്ചൊക്കെ കുറച്ച് വേറെ ഒരു പൊസിഷനിൽ വേറെ സ്ഥലത്തൊക്കെ ഇരുന്ന് പഠിക്കാന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് അങ്ങനെ ഒരു ദിവസം തന്നെ ചിലപ്പോൾ 2-3 സ്ഥലത്തൊക്കെ മാറി മാറി ഇരുന്നിട്ടാണ് പഠിക്കാറ്. അപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു ടേബിൾ, ചിലപ്പോൾ വേറൊരു ടേബിൾ, അങ്ങനെയൊക്കെ ഇരുന്നിട്ട് ഞാൻ പഠിക്കാറ്. അപ്പം എനിക്ക് അങ്ങനെ ഇരുന്ന് പഠിക്കുന്നതാണ് സുഖം. പിന്നെ നിങ്ങൾക്ക് അത് ഓക്കെയാണ്, നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് ഇരുന്ന് പഠിച്ചാൽ പഠിത്തം വരില്ല
എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഫൈൻ. പക്ഷെ ഇങ്ങനെ നമ്മൾ പല പല സ്ഥലത്തിരുന്ന് പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഇപ്പം ഞാൻ ചില സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഉറക്കം വരുന്നുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഞാൻ ടെറസിൽ പോയിരുന്ന് പഠിക്കും. ടെറസിൽ നിന്ന് പഠിക്കുമ്പോൾ ഒരു സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റും നല്ല വെളിച്ചും ഒക്കെ ആവും. ഞാൻ നട്ടുച്ചയ്ക്ക് വരുന്ന പഠിക്കുന്ന കാര്യമില്ല, കുറച്ച് നേരത്തെ എണീക്കാന്നുണ്ടെങ്കിൽ പുറത്ത് ലൈറ്റൊക്കെ ഇട്ട് പഠിക്കാന്നുണ്ടെങ്കിൽ നല്ല രസമാണ്. നല്ല ഈവനിങ് ടൈം ആണെങ്കിലും നമുക്ക് പുറത്തൊക്കെ ഇരുന്ന് പഠിക്കാന്നുണ്ടെങ്കിൽ ഒരു നൈസ് ഫീലിംഗ് കിട്ടാം. നല്ല ഫ്രഷ് എയറും നല്ല വെളിച്ചവും നല്ല കാറ്റും അങ്ങനെയൊക്കെ നല്ല രസമാണ് ആ ടെറസിലൊക്കെ ഇരുന്ന് പോയി പഠിക്കാന്നുണ്ടെങ്കിൽ. അപ്പം നല്ല പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അങ്ങനെ അടഞ്ഞ റൂമാണെങ്കിൽ അല്ലെങ്കിൽ തീരെ വായു സഞ്ചാരമില്ല, ഭയങ്കര ചൂടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഉറക്കം വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തൊന്നും ഇരുന്ന് പഠിക്കാതിരിക്കുന്നത് ഉത്തമം ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം കുറച്ചും കൂടി വെന്റിലേഷനൊക്കെ ഉള്ള നല്ല ഒരു നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ തന്നെ ആ ഒരു സ്ഥലമല്ല, നമ്മൾ പഠിക്കാനിരിക്കുന്ന സ്ഥലം ശരിക്കും മാറ്റർ ചെയ്യുന്നുണ്ട്. നമ്മൾ തീരെ കംഫർട്ടബിൾ അല്ലാത്തൊരു സ്ഥലത്ത് ഇരുന്നിട്ട് പഠിക്കുമ്പോൾ നമുക്ക് നമ്മൾ ചിലപ്പോൾ അതിലായിരിക്കില്ല കൂടുതൽ ശ്രദ്ധിക്കുക, നമ്മൾ വേറെ കുറേ കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കുക. അപ്പോൾ മാക്സിമം നമ്മൾ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആവും, പഠിക്കാൻ തോന്നുന്നില്ല, ചിലപ്പോൾ ഉറക്കം വരും. അപ്പോൾ മാക്സിമം നല്ല മീൻസ് ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള, ഭയങ്കര ടൈഡി ആയിട്ടുള്ള, നല്ല നീറ്റ് ആയിട്ടുള്ള, എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള അങ്ങനെ ഒരു സ്ഥലത്തൊക്കെ ഇരുന്ന് പഠിക്കാം. ഓക്കെ. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സ്ഥിരമായിട്ട് ഈ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ ഷോർട്സും റീൽസും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോൺ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊരു ശരിയായിട്ടുള്ളൊരു പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സും ഒക്കെ കയ്യിൽ വരുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെ റീൽസ് ഇങ്ങനെ നോക്കി ഇരിക്കുമ്പം ചിലപ്പോൾ 5 മിനിറ്റ് നമ്മൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഒരു 50 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ എടുക്കില്ല. ചിലപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞാൽ മാത്രം കയ്യിൽ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ബ്രെയിനും നമ്മളിപ്പോൾ ഒരു ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള വർക്ക് ചെയ്യുക, നമുക്കൊരു ക്ഷീണം തോന്നില്ലേ? അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനും ഇല്ലേ, നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. നമ്മളൊരു ഫസ്റ്റ് ഒരു കാര്യം ചെയ്യും, ഒരു സംഭവം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വരിയിരിക്കും വീഡിയോയിൽ, അപ്പോഴേക്കും നമ്മൾ അടുത്ത റീൽ കാണും. ഇത് ഇങ്ങനെ ഒരു വീഡിയോ കാണുന്നു, അടുത്ത വീഡിയോ കാണുന്നു, അതിൻ്റെ അടുത്ത വീഡിയോ ഇങ്ങനെ കണ്ട് നമ്മൾ ബ്രെയിനും ഈ ക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ കുറേ നേരം റീൽ കണ്ടാൽ നമുക്കൊരു ക്ഷീണം തോന്നാറുണ്ട്. പിന്നെ നിങ്ങൾ തീരെ വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ്. നിങ്ങൾ എപ്പോഴും ഒരു ബോട്ടിൽ കയ്യിൽ കരുതുക. എൻ്റെ വീഡിയോയിൽ എപ്പോഴും നിങ്ങൾ കാണേണ്ട ഒരു ബോട്ടിൽ. അപ്പോൾ എനിക്ക് വാട്ടർ ബോട്ടിൽ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ എപ്പോഴും കയ്യിൽ ഒരു കുപ്പി വെള്ളം കരുതണം. ഓക്കെ. നമ്മുടെ ബോഡിക്ക്, നമ്മുടെ ബോഡി ക്ഷീണിക്കാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, അറ്റ്ലീസ്റ്റ് ഈ പഠിക്കുന്ന സമയത്തെങ്കിലും. അപ്പം നമ്മളെ ബോഡീനെ മാക്സിമം ഹൈഡ്രേറ്റഡ് ആക്കി വെക്കേണ്ട ആവശ്യകത ഉണ്ട്. പിന്നെ അടുത്ത കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരു ടെക്നിക്ക് ഉണ്ട്, ഒരു പൊമോഡോറോ പറഞ്ഞിട്ടൊരു ടെക്നിക്ക് ഉണ്ട്. ആ ടെക്നിക്ക് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മീൻസ് ഇങ്ങനെ 2 രീതിയിലാണത് വർക്കൗട്ട് ആവുക തോന്നുന്നു. ഞാൻ ഇങ്ങനെ വീഡിയോയിൽ കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ 25 മിനിറ്റ് പഠിക്കുക, എന്നിട്ട് 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. ഈ 5 മിനിറ്റ് റെസ്റ്റ് പറയുമ്പോൾ ഫോണിൽ റീൽ നോക്കിയിരിക്കാൻ പാടില്ല, വേറെ എന്തെങ്കിലും പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ബോഡി സ്ട്രെച്ച് ചെയ്യുക, അല്ലെങ്കിൽ നടന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സ്നാക്സ് കഴിച്ചിട്ട് വരിക, അങ്ങനെയൊക്കെ ഉള്ളൊരു 5 മിനിറ്റ്. ബാക്കി 25 മിനിറ്റ് ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് പഠിക്കാം. അപ്പോൾ നമുക്കറിയാം 5 മിനിറ്റ് ബ്രേക്ക് എന്തായാലും ഉണ്ട്. നമ്മൾ വിചാരിക്കും ഓക്കെ, നമ്മുടെ ബ്രെയിൻ 25 മിനിറ്റ് നേരത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ട്. നമ്മുടെ ബ്രെയിൻ മനസ്സിലാക്കിയിട്ട് ആ സമയത്ത് ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കും. 25 മിനിറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 50 മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 50 മിനിറ്റ് ഇരുന്ന് പഠിക്കുക, 10 മിനിറ്റ് ബ്രേക്ക് എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാലും നമുക്ക് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു തോന്നൽ ഉണ്ടാവും. ഓക്കെ. അപ്പം നമുക്കതിനെ തോന്നും, ഒരു 50 മിനിറ്റ് ആയാലും അപ്പോൾ ഞാൻ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ഇരുന്ന് പഠിക്കണം, ബാക്കി 10 മിനിറ്റ് എനിക്ക് റെസ്റ്റ് എടുക്കാനുള്ളതാണ്, അങ്ങനെ കരുതിയിട്ട് നമ്മളിരുന്ന് പഠിക്കും. അപ്പോഴും നമുക്ക് വല്ലാണ്ട് ഓക്കെ ശ്രദ്ധിക്കാതിരിക്കുകയും അല്ലാതെ വല്ലാതെ ഉറക്കം വരുമൊന്നും ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ ഇതൊരു നല്ലൊരു മെത്തേഡായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം, എപ്പോഴും മുഖം കഴുകിക്കൊണ്ടിരിക്കുക. എപ്പോഴും എന്ന് പറയുമ്പോൾ ക്ഷീണം അല്ലെങ്കിൽ ഉറക്കം തോന്നുമ്പോഴൊക്കെ മുഖം കഴുകുന്നത് നല്ലത് തന്നെയാണ്, പെട്ടെന്ന് ഉറക്കം പോകുന്നൊരു കാര്യമാണ്. പിന്നെ ഈ എന്താ പറയുക, തണുത്ത വെള്ളം അല്ലേ, തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകണം, നല്ലൊരു കാര്യമാണ്. പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്, അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു ടവൽ എടുത്തിട്ട് ആ ടവലിൽ കുറച്ച് ഐസ് ക്യൂബ്സ് വെക്കും, എന്നിട്ട് ആ ടവൽ അത് വെച്ച് കവർ ചെയ്തതിന് ശേഷം കണ്ണിലൊക്കെ വെക്കുമ്പം ഭയങ്കരമായിട്ട് ഉറക്കം പെട്ടെന്ന് പോകാറുണ്ട്. അതൊരു നല്ല മെത്തേഡാണ് എന്ന് തോന്നുന്നു. പക്ഷേ അത് എനിക്കറിയില്ല, അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് ഇപ്പം എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഞാൻ പറയാം അത് ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. പിന്നെ അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് നടന്നിട്ടൊക്കെ വന്നിരുന്ന് പഠിക്കാന്നുണ്ടെങ്കിലേ, നടന്നിട്ട് ഭയങ്കര ഒരുപാട് 2-3 കിലോമീറ്ററൊക്കെ നടന്ന് വന്നിട്ടൊന്നുമില്ല, ഒന്ന് വീടിനൊക്കെ ചുറ്റൊക്കെ നടന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫ്രഷ് ആയിട്ടുള്ള ഒരു വായു ശ്വസിച്ചതിന് ശേഷം വന്നിരുന്ന് പഠിക്കാന്നുണ്ടെങ്കിൽ അതൊരു നല്ല ഒരു സംഭവമായി തോന്നുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉറക്കം എന്ന് പറയുന്നത് വലിയൊരു തെറ്റൊന്നുമല്ല എന്നുള്ളത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ബോഡിക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ട്, നിങ്ങൾ കുറേ നേരം ഇരുന്ന് പഠിച്ചു, അപ്പോൾ ആ സമയത്ത് നിങ്ങളെ തന്നെ ഇങ്ങനെ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത്. ഉറങ്ങുക എന്ന് പറയുമ്പോൾ നിങ്ങൾ 2-3 മണിക്കൂർ ഉറങ്ങാതെ 20 മിനിറ്റ് ഒക്കെ ഉറങ്ങണം. നമ്മുടെ ബോഡിക്ക് ചിലപ്പോൾ ആ ഒരു റെസ്റ്റ് ആവശ്യമായിരിക്കും. അതായത് അതിന് പവർ നാപ്പ് എന്നാണ് പറയുക. അപ്പോൾ ഈ പവർ നാപ്പ് എടുക്കുന്നത് വലിയ തെറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ആളാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ഇപ്പോൾ സ്ഥിരമായിട്ട് ഉച്ചയ്ക്ക് 2-3 മണിക്കൂർ ഉറങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം,
നിങ്ങളുടെ ഉറക്കത്തിൻ്റെ അളവ് മെല്ലെ മെല്ലെ കുറച്ച് തരും. നമ്മുടെ ബോഡി പെട്ടെന്ന് ഈ ഒരു സാധനം നിർത്തി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ബോഡി ചിലപ്പോൾ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന നമുക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ തോന്നും. അപ്പം ഒരു 2 മണിക്കൂർ ഉറങ്ങുന്നത് കരുതുക. ഓക്കെ, 2 മണിക്കൂർ ഉറങ്ങുന്ന ഒരാൾ ഫസ്റ്റത്തെ ഒരു കുറച്ച് ദിവസം ഒരു 1.5 മണിക്കൂറാക്കി ചുരുക്കുക. പിന്നെ എന്താ 1 മണിക്കൂറാക്കി ചുരുക്കുക. അങ്ങനെ മെല്ലെ മെല്ലെ ആ ഒരു ഉറക്കത്തിൻ്റെ ഒരു ടൈം കുറച്ച് വരുന്നത് നല്ലതായിരിക്കും. ഓക്കെ, പെട്ടെന്ന് ചിലപ്പം ഇങ്ങനെയാണ് അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഫൈൻ. ഇനിയിപ്പോൾ അങ്ങനെ കുറയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത്ര നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കും. ഒരു അരമണിക്കൂർ എന്നുള്ള രീതിയിൽ മെല്ലെ മെല്ലെ കുറച്ച് വരുന്നത് നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങളെപ്പോഴും നിങ്ങളെപ്പോഴാണോ കംഫർട്ടബിൾ ആ സമയത്ത് തന്നെ ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കണം. ചില ആൾക്കാർ ഉച്ചയ്ക്ക് ഇരുന്ന് പഠിക്കാൻ കംഫർട്ടബിൾ, ചിലർ വൈകുന്നേരം ആയിരിക്കും, ചിലർ പുലർച്ചയ്ക്ക് ആയിരിക്കും, ചിലർ രാത്രി ആയിരിക്കും. അത് ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. എല്ലാവരും രാവിലെ ഇരുന്ന് പഠിക്കുന്നു, എന്നാൽ ഞാനും അങ്ങനെ ഇരുന്ന് പഠിച്ചേക്കാം എന്നുള്ള ചിന്തേനെ മുകളിൽ നിങ്ങൾ ഒരിക്കലും വന്നിരുന്ന് രാത്രി പഠിക്കാൻ നിൽക്കരുത്. അത് വർക്കൗട്ട് ആവില്ല. ഓക്കെ, നിങ്ങൾ എപ്പോഴാണോ കംഫർട്ടബിൾ, ഞാൻ ഒരു മോർണിംഗ് പേഴ്സൺ ആണ്. എനിക്ക് രാവിലെ എണീറ്റാലേ പഠിക്കാൻ പറ്റുള്ളൂ. എനിക്ക് രാത്രി ഒരു 8 മണി കഴിഞ്ഞാൽ എനിക്കൊന്നും പഠിക്കാൻ തോന്നില്ല. ഞാൻ ഫുൾ ടൈം എനിക്ക് ലൈക്ക് ഞാൻ തീരെ കോൺഷ്യസ് ആവില്ല. ഞാൻ ആ സമയത്ത് എന്തെങ്കിലും സിനിമ കാണുക അല്ലെങ്കിൽ എന്തെങ്കിലും ഫോണൊക്കെ നോക്കിയിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ടൈമായിരിക്കും. ഒരു 8 മണി 9 മണിക്ക് ശേഷം. അതിനുശേഷം എനിക്ക് ഉറങ്ങാന്ന് പറയുമ്പോൾ കുറച്ച് മീൻസ് അതിനുശേഷം പഠിക്കാന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ എന്തെങ്കിലും അത്ര അത്യാവശ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പഠിക്കുക. അല്ലെങ്കിൽ എനിക്ക് അന്ന് പഠിക്കണം, എന്തെങ്കിലും ടോപ്പിക്സ് തീർത്തേ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ രാത്രി ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കാറുള്ളൂ. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അതേപോലെ തന്നെ ചേച്ചി അതെ, രാത്രി ഇരുന്ന് പഠിക്കാൻ ഭയങ്കര കംഫർട്ടബിൾ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ വന്നിട്ട് രാത്രി അവളുടെ ഒരു ഏറ്റവും ലൈക്ക് പ്രൊഡക്റ്റീവായിട്ട് അവൾക്ക് ഓരോ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം എന്ന് പറയുന്നത് രാത്രി ഒരു 12 മണിക്ക് ശേഷം. ആ 12 ടു 4 മണി വരെ അവളോട് എന്ത് ചെയ്യാൻ പറഞ്ഞാലും അവൾ ചെയ്യും. അതിനുശേഷം അവൾ ചെയ്യില്ല എന്നല്ല, പക്ഷെ ആ ഒരു ടൈമാണ് അവളുടെ ലൈഫിൽ ഏറ്റവും മീൻസ് അവളുടെ ഒരു ഡേയിൽ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈം. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ ഏറ്റവും നല്ലോണം ഉറങ്ങുന്ന സമയമാണ്. വേണമെങ്കിൽ അവൾ ചിലപ്പം ഉറക്കം കഴിയുന്നൊരു ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് വേണമെങ്കിൽ ഞാൻ എണീക്കും. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ എത്ര നേരത്തെ വേണമെങ്കിലും എണീക്കുന്നതിൽ എനിക്ക് വലിയ ഇതുവരെ അങ്ങനെ പ്രശ്നം തോന്നിയിട്ടില്ല. ഞാൻ വേണമെങ്കിൽ നേരത്തെ എണീക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ എനിക്ക് നല്ല രീതിയിൽ ഉറങ്ങണം, നല്ലോണം ഉറങ്ങും വേണം. അതേപോലെ തന്നെ രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങും വേണം. നേരത്തെ പറഞ്ഞാൽ 8 മണിക്കൊന്നും കിടന്ന് ഉറങ്ങാമെന്നല്ല ഞാൻ പറയണത്. എന്നാൽ പോലും കുറച്ച് അതെ, സാധാരണഗതിയിൽ എല്ലാവരും 12 1 മണി വരെയൊക്കെ ഉറക്കമൊഴിക്കുന്ന സമയത്ത് എനിക്ക് തീരെ ഉറക്കമൊഴിക്കാൻ കഴിയില്ല. ഒരു 10 മണി 11 മണി ആകുമ്പോഴേക്കും ഞാൻ ഫ്ലാറ്റാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ നിങ്ങൾ പിന്നെ എല്ലാം സാഹചര്യത്തിനനുസരിച്ചൊക്കെ മാറിക്കൊണ്ട് ഞാൻ വന്നിട്ട് ഒരു ദിവസം 12 മണിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരുത്തിയിട്ട് നിങ്ങൾ അയ്യോ ഇതെന്താ 12 മണിക്ക് നിങ്ങൾ 11 മണിക്ക് ഉറങ്ങുന്നവർ പിന്നെ ഇങ്ങനെ 12 മണിക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെ പറയരുത്. ഞാൻ പറയണത് സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അത് കരുതിയിട്ട് എന്നും എപ്പോഴും എല്ലാ സമയത്തും നമ്മൾ അങ്ങനെയാണെന്ന് ചിന്തിക്കരുത്. ഓക്കെ, പക്ഷേ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറേയൊക്കെ ഉറക്കം കുറയാനുള്ള പിന്നെ കോൺസെൻട്രേഷൻ കുറച്ചുകൂടി കൂടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഏറ്റവും മെയിനായിട്ടുള്ള സംബന്ധിച്ച് നമ്മൾ ബോഡിക്ക് റെസ്റ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കുക തന്നെ വേണം. നിങ്ങൾ കുറേ നേരം ഒന്ന് പിടിച്ചിട്ട് നമ്മൾ ബോഡിക്ക് ശരിക്കും റെസ്റ്റ് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 20 മിനിറ്റൊക്കെ ഉറങ്ങുക. ഓക്കെ, അത് എനിക്ക് ശരിക്കും വർക്കൗട്ടായ കാര്യമാണ്. ഞാൻ ചില ദിവസങ്ങൾ കുറച്ച് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നും. അപ്പോൾ ഞാനെന്ത് ചെയ്യുക വെച്ചാൽ ഒരു 20 മിനിറ്റിനൊക്കെ അലാറം 10 അല്ലെങ്കിൽ 20 മിനിറ്റിലേക്ക് അലാറം വയ്ക്കും. എന്നിട്ട് അലാറം അല്ല ഒരു ടൈമർ വെച്ചിട്ട് ഞാൻ പോയി കിടക്കും. പിന്നെ അതിന് ശേഷം ഇരുന്ന് പിന്നെ ഒന്നിരുന്ന് പഠിക്കുമ്പോൾ നല്ല രീതിയിൽ റിഫ്രഷ്ഡ് ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റാറുണ്ട്. എന്നാൽ ഞാൻ ആ 20 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ അതിന് ശേഷമുള്ള എല്ലാ മണിക്കൂറും ചിലപ്പോൾ എനിക്ക് വേസ്റ്റ് ആവും. അപ്പം നിങ്ങൾ എന്താ ഈ രീതിയിൽ ഒരു 20 മിനിറ്റൊക്കെ പവർ നാപ്പ് എടുക്കുന്നത് തെറ്റില്ല. പിന്നെ ഈ ഉച്ച സമയത്തുള്ള ഉറക്കം നിങ്ങൾ കുറയ്ക്കാനുള്ള അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ച സമയത്ത് ആണ് നമ്മൾ എക്സാം എഴുതേണ്ടത്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നമ്മൾ ഉച്ചയ്ക്കാണ് മിക്കവാറും എക്സാംസ് ഒക്കെ എഴുതാൻ പോകുന്നത്. ഓക്കെ, മിക്കവാറും എല്ലാ എക്സാംസും നമ്മൾ ഉച്ചയ്ക്ക് 2 മണി 1:30 to 2 മണി അങ്ങനെയൊക്കെയാണ് എക്സാമിൻ്റെ ടൈമിംഗ് വരുന്നത്. അപ്പം നിങ്ങൾ ആ സമയത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ശീലം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അവിടെ എത്തുമ്പോഴേക്കും ക്ഷീണം വരും. അപ്പം ദയവ് ചെയ്തിട്ട് ആ ഉച്ചയ്ക്കുള്ള സമയം ഉള്ള ഉറക്കം ഒന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതിന് പറ്റിയ മീൻസ് അതിന് പകരമുള്ളൊരു ടൈമിംഗ് ഞാൻ പറയട്ടെ. 2 മണിക്ക് നിങ്ങൾ എക്സാം എഴുതാൻ തുടങ്ങാം. ഒരു 2:45 അല്ലെങ്കിൽ 3 മണിക്കൂടെ എക്സാം തീർക്കുക. അപ്പം നിങ്ങൾക്ക് എപ്പോഴാണ് പറ്റുന്നത് വെച്ചാൽ ഇപ്പോൾ കറക്റ്റ് അവിടെ നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുന്ന ആ ടൈം തന്നെ വെച്ച് നിങ്ങൾക്ക് എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1:45 അല്ലെങ്കിൽ സോറി 1 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ കൊണ്ട് എക്സാം എഴുതി തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്ര ടൈം എക്സാം എഴുതിയതിന് ശേഷം നിങ്ങൾ ആൻസേഴ്സ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം പോയി കിടന്നുറങ്ങുക. ഉറങ്ങുമെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണിക്കൂറുകൾ കിടന്നുറങ്ങരുത്. ഏറ്റവും മാക്സിമം ഒരു അരമണിക്കൂർ അത്ര നിങ്ങൾക്ക് ബോഡിക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ റെസ്റ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ കിടന്നുറങ്ങുക. പിന്നെ ഒന്ന് എണീറ്റിട്ട് ഒന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷം വീണ്ടും ഇരുന്നിട്ട് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആൻസേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനെ ഞാൻ മുൻപ് മോക്ക് ടെസ്റ്റ് ഇങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ ചെയ്ത് നോക്കുക. ഓക്കെ, ഈ ഒരു മെത്തേഡ് നല്ലതായിരിക്കും. നിങ്ങൾ പകൽ സമയത്തുള്ള ഉറക്കം ഇങ്ങനെ കുറയ്ക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ടെക്നിക്സും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് അതിന് വേണ്ടി ഉപയോഗിക്കുക. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും ടെക്നിക്സ് എല്ലാവർക്കും യൂസ്ഫുൾ ആയാലോ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, ഒരു സംഭവമുണ്ട്. പക്ഷെ അത് ഞാൻ ഈ ലാസ്റ്റ് പറയാനുള്ള റീസൺ വേറെ ഒന്നുമല്ല. കുറേ പേര് ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ച് പോയിട്ടുണ്ട്. അപ്പം ഇത് അത്രയും അത്യാവശ്യമാണ് എന്നുള്ളൊരു മാത്രം കേട്ടാൽ മതി എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. അത് എനിക്കറിയില്ല, അത് ഇവിടെ പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ഞാനിവിടെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ
ഞാനൊരു തെറ്റായിരിക്കും ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. ഞാൻ ഒരു കോഫി അഡിക്റ്റ് ആണ് ഗൈസ്. കോഫി അഡിക്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് സമയം കോഫി കുടിക്കുന്നതല്ല. എന്നാലും മീൻസ് ബ്ലാക്ക് കോഫി കേട്ടോ. ഞാൻ കട്ടൻ കാപ്പി ഭയങ്കരമായിട്ട് അത് കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എനിക്കിഷ്ടമാണ് കുടിക്കാൻ. അതുകൊണ്ട് തന്നെ പക്ഷേ ഞാൻ അത് മധുരം ഇട്ടിട്ട് വല്ലാണ്ട് കുടിക്കാറില്ല. അങ്ങനെ ഓവറായിട്ട് മധുരം ഇട്ട് കുടിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാവും. മീൻസ് എന്തെങ്കിലും പ്രശ്നമാവുമെന്ന് കരുതിയിട്ട് ഞാൻ ഓവറായിട്ട് മധുരം ഇട്ട് കുടിക്കാറില്ല. ഇത്തിരി ഒരു തരിയൊക്കെ പഞ്ചസാര ഇടും, അല്ലെങ്കിൽ തീരെ പഞ്ചസാര ഇടില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ എപ്പോഴും കുടിക്കാറ്. പക്ഷേ കാപ്പി കുടിക്കുമ്പോൾ തീരെ ഉറക്കം വരില്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അത്രയും അത്യാവശ്യമാണെങ്കിൽ മാത്രം ഇത് ഫോളോ ചെയ്താൽ മതി. പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ഒരു ദിവസം തന്നെ ചിലപ്പോൾ ഞാൻ ഒരു 3 4 3 എങ്ങനെയായാലും ഏറ്റവും ചുരുങ്ങിയത് 3 കട്ടൻ കാപ്പി എങ്കിലും, അതായത് ബ്ലാക്ക് കോഫി എങ്കിലും കുടിക്കാറുണ്ട്. ചിലപ്പം ഇപ്പോൾ ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ടെങ്കിൽ അതിലും കൂടാറുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴാണ് ഉറങ്ങണത് അതിൻ്റെ ഒരു 5 മണിക്കൂർ മുൻപെങ്കിലും ആയിരിക്കണം നിങ്ങൾ 5 അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറായാലും കുഴപ്പമില്ല. 6 മണിക്കൂർ മുൻപെങ്കിലും ആയിരിക്കണം ലാസ്റ്റത്തെ നിങ്ങൾ കോഫി കുടിക്കേണ്ടത് കേട്ടോ. അതിനുശേഷം നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കം പ്രോപ്പർ ആവില്ല. അപ്പോൾ നിങ്ങൾ 10 മണിക്ക് ഉറങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കെങ്കിലും കോഫി കുടിക്കാൻ ശ്രമിക്കണം. അപ്പം അങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ട്. പക്ഷേ അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് അത്രയും അത്യാവശ്യമാണ്, അത്രയും നിർബന്ധമാണ്, ഉറക്കം തീരെ റെഡി ആവുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രം നിങ്ങളിത് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നോട് പേഴ്സണലി പറയാനോ അല്ലെങ്കിൽ സജഷൻസ് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത ഒരു സജഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയല്ല കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് സംസാരിക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഇൻസ്റ്റാഗ്രാം ചാനലുണ്ട്, അല്ല അക്കൗണ്ട് ഉണ്ട്. അത് നമ്മളുടെ അക്കൗണ്ടിൻ്റെ പേര്, ലൈക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് തന്നെയാണ്. അതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ടെലഗ്രാമിൽ നമുക്കൊരു അക്കൗണ്ട് ഉണ്ട്, അതൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതിൽ നമ്മൾ ഓരോ നോട്ട്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാടുണ്ട്, എനിക്ക് അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ലാസ്റ്റിട്ട് എനിക്കറിയാം വളരെ കുറച്ച് പേരെ ഇത് ചിലപ്പോൾ ചിലർ കമൻറ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഞാനിപ്പോൾ എല്ലാ വീഡിയോസിനും എനിക്ക് ഇഷ്ടമായെങ്കിൽ പോലും പല വീഡിയോസിനും കണ്ടില്ല ഞാൻ കമൻറ്റ് ചെയ്യാറൊന്നുമില്ല. അപ്പോൾ അതേപോലെ തന്നെ മേ ബി ഇഷ്ടമുള്ളവരുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ഇവരെന്തീ പറയണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്ന് നോക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും കുറച്ച് പേരെങ്കിലും ഇത് ആത്മാർത്ഥമായിട്ട് എന്നോട്, കുറച്ച് പേരെങ്കിലും എന്നോട് ആത്മാർത്ഥമായിട്ട് കുറേ കമൻസിലൂടെ ആണെങ്കിലും അതേപോലെ തന്നെ ഇൻസ്റ്റയിൽ മെസ്സേജസിലൂടെ ആണെങ്കിലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എന്നോട് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് നന്ദി. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവരും നല്ലോണം ഇരുന്ന് പഠിക്കുക. നമുക്ക് ഒരുപാട് എക്സാംസ് ഇനി വരുന്നുണ്ട്, എല്ലാം നമുക്ക് ക്രാക്ക് ചെയ്യണം. ഓക്കെ. ഏതെങ്കിലും ലിസ്റ്റിൽ, ഏതെങ്കിലും അല്ല, നമ്മൾ ആഗ്രഹിച്ച ലിസ്റ്റിൽ തന്നെ നമ്മളുടെ പേര് ഉണ്ടാവണം. ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ബൈ.